നാളതൊരു വിദേശത്ത് നിന്ന ഒരു മെസ്സേജാണ് വന്നുള്ളത്. ഒരു ഗൾഫ് ലെമോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ നമ്പറിലാണ് വന്നത്. അതിന്റെ പിന്നിലുള്ള ആളുകളെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ കൃത്യമായ ധാരണ തീർച്ചയായിട്ടും അന്വേഷിച്ചിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ ആളുകളെ അറിയാം. ആരാണ് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ അയാളുടെ നമ്പർ നമ്മൾ ട്രാപ്പ് ചെയ്തു, നമ്മൾ പിടിച്ചു. ആളാരെന്നുള്ളത് അറിഞ്ഞു വെച്ചിട്ട് യഥാർത്ഥത്തിലുള്ള പ്രതി കള്ളൻ കപ്പലിലാണ്. അത് അവരുടെ തോളിൽ ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPM സേവ് ചെയ്യേണ്ട ഒരു ഘടകം ഇന്ന് പാറഞ്ചേരി പഞ്ചായത്തിലില്ല. തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം ഞങ്ങൾ അജണ്ടയിലുള്ളൊരു വിഷയമാണ്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. BJPയുടെ സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ഒരു ഭരണം കൊണ്ടുവരുന്നേക്കാൾ നല്ലത് ഭരണത്തിലെത്താതിരിക്കണം. BJPയുടെ സപ്പോർട്ട് ഇല്ലാതെ ഭരണം കൊണ്ടുവരുന്നു എന്ന് ഒരു ആത്മവിശ്വാസത്തിലാണ്. അത് ഇപ്പോൾ പറയാൻ വയ്യ. എന്നെങ്കിലും നമ്മളിപ്പോൾ മനസ്സിലാക്കിയിടത്തോളം പഞ്ചായത്ത് പ്രസിഡന്റിന് സാധ്യത വളരെ വിരളമായ ഒരു മുന്നണിക്കുള്ളിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി ഇപ്പം പറയാൻ പറ്റാത്തൊരവസ്ഥ. അത് ഇടതുപക്ഷത്തിനുള്ളിലുള്ള ചില ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുള്ളിലുള്ള ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ ചില അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നു. അടിയൊഴുക്കുകൾ ഉണ്ടാവാതിരിക്കാം. പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ രാഷ്ട്രീയം. CPMന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ പ്രശ്നം അത് വളരെ ഗുരുതരമാണ്. അത് നിങ്ങൾക്ക് അനുകൂലമാകും തന്നെയാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അതേക്കുറിച്ചൊന്നും ഇവിടെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ചിരിയിലെല്ലാം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.